1940s 1940s 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1940s ആണെന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ കൊല്ലപ്പെട്ട കാലഘട്ടമാണത്. അതിനുശേഷം 1945 കൊറിയ വിഭജനം, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ പിറവി. അതിനുശേഷം 1947 മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യത്തിന്റെ ഉദയം. ഇതുകൂടാതെ പ്രധാനമായ കാലഘട്ടത്തിൽ നടന്നാണ് 1948 പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1948 സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൂടിയാണ്. ഈ പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് പൊതുവായി കാണാൻ കഴിയുന്നത് ലോകത്തെ അന്നത്തെ വലിയ രാജ്യങ്ങളുടെ ചില വലിയ ശക്തികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ലോകത്തെ ചെറിയ രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് നൽകിയത് കാലത്തിനുണക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള മുറിവുകളാണ്. അതിൽ ഇന്നും നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. അറൗണ്ട് ദ വേൾഡ് സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. ആദ്യം നമുക്ക് പലസ്തീന്റെ ചരിത്രം കാണാം. ഇന്ന് ഇസ്രായേൽ, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന രണ്ട് പ്രദേശങ്ങളായി കിടക്കുന്ന, അതായത് ഗസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ ചേരുന്ന ഒരു പ്രദേശം, ആ ഒരു ഭൂപ്രദേശത്തിനാണ് നമ്മൾ പലസ്തീൻ എന്ന് വിളിക്കുന്നത്. പലസ്തീൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയിലെ, യുണൈറ്റഡ് നേഷൻസിലെ ഒരു ഒബ്സർവർ സ്റ്റേറ്റ് ആണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പലസ്തീൻ്റെ ചരിത്രം അറിയാൻ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോവാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം, അതായത് 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ കക്ഷികളിൽ പ്രധാനിയായിരുന്നു ഓട്ടോമാൻ സുൽത്താനേറ്റ്, അല്ലെങ്കിൽ ഓട്ടോമാൻ എംപയർ, ഓട്ടോമാൻ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയും. ടർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താൻബുൾ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഓട്ടോമാൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു പലസ്തീൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസും തോറ്റ ഓട്ടോമാന്റെ ഒരുപാട് ടെറിട്ടറികൾ, പ്രദേശങ്ങൾ വീതിച്ചെടുത്തു. അങ്ങനെ ബ്രിട്ടന്റെ കീഴിലേക്ക് വന്നു ചേർന്ന പ്രദേശമാണ് ഇന്നത്തെ പലസ്തീൻ. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ ഓട്ടോമാന്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് അധീനതയിലേക്ക്, അതായത് ജയിച്ച ബ്രിട്ടന്റെ അധീനതയിലേക്ക് വരികയാണ് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. 1920 മുതൽ 1948 വരെ ബ്രിട്ടന്റെ അധീനതയിലിരുന്ന പലസ്തീനെ വിളിക്കുന്നത് മാൻഡേറ്ററി പലസ്തീൻ എന്നാണ്. അടുത്തതായി നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം കാണാം. ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് നമുക്ക് ജെറുസലേമിന്റെ മതപരമായിട്ടുള്ള പ്രാധാന്യം അറിഞ്ഞിരിക്കണം. ജെറുസലേമിലെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്, ഒരു ഹോളി സൈറ്റാണ് അൽ അക്സ മോസ്ക്, അല്ലെങ്കിൽ ഹറാം അൽ ഷരീഫ്, അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത്. ഈ ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ ഹറാം അൽ ഷരീഫ് അല്ലെങ്കിൽ അൽ അക്സ 3 അബ്രഹാമിക് റിലീജിയൻസിനും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. അബ്രഹാമിക് റിലീജിയൻസ് അല്ലെങ്കിൽ അബ്രഹാമിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരേപോലെ പ്രാധാന്യം നൽകുന്ന 3 മതങ്ങളാണ്. അവയാണ് ജൂതായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. ഇവയിൽ ഏറ്റവും പഴയത് ജൂതായിസവും ഏറ്റവും പുതിയത് ഇസ്ലാമുമാണ്. ഈ ജെറുസലേമിലെ ഭരണം പല കാലഘട്ടങ്ങളിൽ മാറി വന്നപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ജെറുസലേമിൽ നിന്നും പലപ്പോഴായി പലായനം ചെയ്യേണ്ടി വന്നവരാണ് ജൂതന്മാർ. അവർ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളുമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായി താമസിച്ചു വന്നിരുന്ന, പ്രധാനമായിട്ടും യൂറോപ്പിൽ താമസിച്ചു വന്നിരുന്ന ജൂതന്മാർക്ക് വേണ്ടി അവരുടെ ഹോളി സൈറ്റ് ആയിട്ടുള്ള ജെറുസലേമിൽ ഒരു ഹോംലാൻഡ്, ആ ആശയവുമായി മുന്നോട്ട് വന്നൊരു പ്രസ്ഥാനമാണ് സയണിസ്റ്റ് അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോൺ എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ അർത്ഥം ജെറുസലേം എന്നാണ്. സിയോണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഇസ്രായേൽ എന്ന ആശയത്തിന് അടുത്ത പിൻതാങ്ങ് കിട്ടുന്നത് 1917 1917 ബാൽഫർ ഡിക്ലറേഷൻ ആണ് ഞാൻ പറയുന്നത്. അക്കാലഘട്ടത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫർ മുന്നോട്ട് വെച്ച ഒരു ആശയം, ഒരു പ്രഖ്യാപനമാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളുമായി കിടക്കുന്ന ജ്യൂസിന് വേണ്ടി പലസ്തീനിൽ ഒരു ഹോംലാൻഡ്, ഒരു ജൂയിഷ് ഹോംലാൻഡ് പണി തീർക്കാം എന്നുള്ളൊരു പ്രഖ്യാപനം, അതാണ് ബാൽഫർ ഡിക്ലറേഷൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഒട്ടനവധി ക്രൂരതകൾ നേരിടേണ്ടി വന്ന ഈ ജൂത സമൂഹം ബാൽഫർ ഡിക്ലറേഷനെ വളരെയധികം പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. ഈ ബാൽഫർ ഡിക്ലറേഷന് മുൻപും പിൻപുമായി ജൂത കമ്മ്യൂണിറ്റി തിരിച്ച് അവരുടെ ഹോളി സൈറ്റായിട്ടുള്ള ജെറുസലേമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികൾ ജർമ്മനിയിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോഴാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദ ഹോളോകോസ്റ്റ്. ആ കാലഘട്ടത്തിലാണ് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ തിരിച്ച് അവരുടെ ഹോളി സൈറ്റിലേക്ക്, അവരുടെ ഹോംലാൻഡിലേക്ക് തിരിച്ച് പലായനം ചെയ്തത്. ഇന്ന് ഐക്യരാഷ്ട്രസഭ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്ന
ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇസ്രായേലിന്റെ പിറവി എന്ന് പറയുന്നത് 1948-ലാണ്. ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ആദ്യത്തെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നത് 1948-49 കാലഘട്ടത്തിലാണ്. ഈ യുദ്ധം ജയിച്ച ഇസ്രായേൽ അന്ന് അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു 1948-ലാണ് ഇസ്രായേലിന്റെ ഉദയം. അന്ന് ഒരുപാട് പലസ്തീനികൾക്ക് അവരുടെ നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. 1956-ലെ സെക്കൻഡ് അറബ് ഇസ്രായേലി വാർ അല്ലെങ്കിൽ സൂയസ് ക്രൈസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. 1967-ലെ 6 ഡേ വാർ, 1973-ലെ യോം കിപ്പൂർ വാർ, 1982-ലെ ലെബനൻ വാർ, ഇതെല്ലാം ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളുടെ ഭാഗമാണ്. അതിങ്ങനെ മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിലെത്തിയത് ഒക്ടോബർ 2023 ആരംഭിച്ച് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ്. 1948-നും 2024-നുമായിട്ട് പല യുദ്ധങ്ങളിൽ ഇസ്രായേലിലും പലസ്തീനിലുമായി കൊല്ലപ്പെട്ടത് 10,000-കണക്കിന് മനുഷ്യന്മാരാണ്. 10,000-കണക്കിന് മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമായിട്ട് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. എന്താണ് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ? അതായത് പഴയ മാൻഡേറ്ററി പലസ്തീനിൽ 2 ഇൻഡിപെൻഡന്റ് രാജ്യങ്ങൾ, ദ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. എന്നാൽ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ആൻഡ് പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ, പ്രധാനമായിട്ടും അറബ് രാജ്യങ്ങളും ഇറാനും, ഇവരെല്ലാവരും ഒരേ ദിശയിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതിൽ പലതും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് നഷ്ടപ്പെടുന്ന മനുഷ്യജീവനുകളാണ്. പലസ്തീൻ ജനതയും ജൂതന്മാരും ലോക ചരിത്രത്തിൽ ഇത്രയുമധികം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന, ഇത്രയുമധികം വേട്ടയാടപ്പെട്ട 2 സമൂഹങ്ങൾ വേറെ ഉണ്ടാകില്ല. നമുക്ക് പ്രത്യാശിക്കാം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എത്രയും പെട്ടെന്ന് മാറുമെന്നും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒരു യാഥാർത്ഥ്യമാകുമെന്നും.